കഴിഞ്ഞ ദിവസം ഈ കലോത്സവ ബഹളം ഒക്കെ കോഴിക്കോട് നടക്കുമ്പോൾ കൊച്ചി ലേ മെറിഡിയൻ സുന്ദരിയെ കണ്ടെത്താനുള്ള മത്സരം നടക്കുകയായിരുന്നു കൊച്ചി ലേ മെറിഡിയൻ ഹോട്ടലിൽ. അവിടെ മിസ് കേരള 2022 ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ലിസ് ജെയ്മോൻ ജേക്കബ് ആണ്. ലിസ് ജെയ്മോൻ ജേക്കബിനെ കീഴ്വഴക്കം തെറ്റിക്കാതെ, പതിവ് തെറ്റിക്കാതെ മുൻ വർഷത്തെ മിസ് കേരള ഗോപിക സുരേഷ് കിരീടമണിയിക്കുകയും ചെയ്തു. ഇരുപത്തിമൂന്ന് സുന്ദരികളിൽ അവസാന റൗണ്ട് ഫൈനലിലെത്തിയത് 6 പേർ. കടുത്ത മത്സരത്തിനൊടുവിൽ ലിസ് ജിമോൻ ജേക്കബ് 2022 മിസ് കേരളയായി തെരഞ്ഞെടുക്കപ്പെട്ടു. മിസ് കേരള 2022, here we have the winner to be crowned, none other than Liz Jaymon Jacob. Yes, ladies and gentlemen, മുൻ മിസ് കേരള ഗോപിക സുരേഷ് പുതിയ മിസ് കേരളയെ കിരീടം അണിയിച്ചു. ഒരുപാട് എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചു. അതിൻ്റെ തന്നെ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഏറ്റവും നമ്മൾ എന്തുമാത്രം നമ്മൾ ഒന്ന് ബിലീവ് ചെയ്താൽ നമുക്ക് എന്താണെങ്കിലും അത് നേടിയെടുക്കാൻ പറ്റും. സാംഭവിയാണ് ഫസ്റ്റ് റണ്ണറപ്പ്. നിമ്മി കെ പോൾ സെക്കൻഡ് റണ്ണറപ്പായി. എല്ലാവരും ഈക്വൽ എഫേർട്സ് ഇട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ ആക്ച്വലി അത് ഒരു ബൂസ്റ്റപ്പ് ആയിരുന്നു. കൂടുതൽ എഫേർട്ട് ഇട്ട് കൂടുതൽ നന്നാവുക എന്നുള്ളത്. സോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ദൈവകൃപയാലും പെർഫോമൻസിനാലും എത്തി. അതിൽ വളരെയധികം സന്തോഷം. സംവിധായകൻ ജിബു ജേക്കബ്, വിജയ് മേനോൻ തുടങ്ങിയവർ അംഗങ്ങളായ ജൂറിയാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. ഇംപ്രസാരിയോ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് മത്സരം സംഘടിപ്പിച്ചത്. ന്യൂസ് 18 കൊച്ചി. വളരെ രസമുണ്ട് കിരീടമണിഞ്ഞ് ലൈം ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ. പക്ഷേ എത്ര കഠിനമായിരുന്നിരിക്കും ആ തയ്യാറെടുപ്പുകൾ. മിസ് കേരള എന്ന് പറഞ്ഞ് ചിരിച്ചു നിൽക്കുന്നവർ കടന്നു വന്ന കടമ്പകൾ, അവർ പിന്നിട്ട കടമ്പകൾ എന്താണ്, നേരിട്ട വെല്ലുവിളികൾ എങ്ങനെയാണ്, ഇതൊക്കെ ആ സുന്ദരിമാരോടും ചോദിച്ചറിയേണ്ടത്. പ്രേക്ഷകർക്കും ഒരുപാട് ആഗ്രഹവും ഉണ്ടായിരിക്കും അതൊക്കെ അറിയാനായി. അപ്പോൾ പ്രേക്ഷകർ കാത്തിരുന്ന അതിഥി വിശേഷത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ മിസ് കേരള ആയ തെരഞ്ഞെടുക്കപ്പെട്ട ലിസ് ജെയ്മോൻ ജേക്കബ്, അതേപോലെ തന്നെ ഫസ്റ്റ് റണ്ണറപ്പ് സാംഭവി കെ, സെക്കൻഡ് റണ്ണറപ്പ് നിമ്മി കെ പോൾ, ഇവർ 3 പേരും ഈ താരസുന്ദരികൾ ന്യൂസ് 18 പ്രഭാത കേരളത്തിൽ പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. അവിടെ ന്യൂസ് ഡെസ്കിൽ നിന്നാണ് ഇനി നമ്മുടെ പ്രഭാത കേരളം തുടരുന്നത്. അവിടെ ഈ സുന്ദരിമാരുമായി രഞ്ജിനി തയ്യാറാണ്. അപ്പോൾ രഞ്ജിനിയിലേക്ക്. തീർച്ചയായും ആര്യ, പ്രതിഭ, എന്തായാലും ആ സുന്ദരിമാർ നമ്മളോടൊപ്പം വിശേഷം പങ്കുവെക്കാൻ തയ്യാറായി നമ്മുടെ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സൗന്ദര്യ മത്സരം കൊച്ചിയിൽ നടന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ അതിന്റെ തൊട്ട് അടുത്തുള്ള ദിവസമാണ്. ഇന്ന് തന്നെ ആ സുന്ദരിമാർ നമ്മളോട് ആ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. എന്തായാലും സൗന്ദര്യ പട്ടം നേടിയ ലിസ് ജെയ്മോൻ ജേക്കബ് ഫസ്റ്റ് റണ്ണറപ്പ്, കെ സാംഭവി സെക്കൻഡ് റണ്ണറപ്പ്, നിമ്മി കെ പോൾ എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും അവർ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും 3 പേർക്കും ആദ്യം തന്നെ ന്യൂസ് 18 അഭിനന്ദനം അറിയിക്കുകയാണ്. പുതുവർഷത്തിൽ പുതിയ തുടക്കം, പുതിയ സന്തോഷത്തോടെ 3 പേരും ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആദ്യം ലിസിലേക്ക് തന്നെ പോകുന്നു. ലിസ്, ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. എന്തായിരുന്നു അനുഭവങ്ങൾ? ഈ അവസാന റൗണ്ടിലെത്തി ആ മത്സര വിജയിയായി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നത് മാത്രമേ പ്രേക്ഷകരായ നമ്മളും എല്ലാവരും കാണുന്നുള്ളൂ. പക്ഷെ അതിന് പുറകിൽ ഒത്തിരി അധ്വാനങ്ങളുണ്ട്. ദിവസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കിരീടം ചൂടുന്നത്. ആ ഒരു സന്തോഷവും ആ ഒരു കഠിനാധ്വാനത്തിന്റെ കാര്യങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാം. പ്ലീസ്, എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? ഫ്രം ദ സ്റ്റാർട്ടിങ് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു. എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ എല്ലാം നേരത്തെ തന്നെ തുടങ്ങിയത് ആയിരുന്നു. അതിപ്പം സ്കിന്നാണേലും ബാക്കിയെല്ലാം ന്യൂസ് ആണേലും ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം വായിച്ചും അറിഞ്ഞും അങ്ങനെയൊക്കെ ഒരുപാട് ഒരു കഠിനാധ്വാനത്തിന് തന്നെ ഒരു ഫലമായിട്ട് ഞാൻ കാണുന്നു.
എന്തായാലും വളരെയധികം സന്തോഷം ഈ ഒരു ദിവസം തന്നെ നമ്മളോടൊപ്പം അതിഥിയായി ചേർന്നതിൽ. ലിസിലേക്കൊക്കെ മടങ്ങിയെത്താം. സാംഭവിയും നിമ്മിയും നമ്മളോടൊപ്പം ചേരുകയാണ്. സാംഭവിയിലേക്ക് പോവുകയാണെങ്കിൽ സാംഭവി, എന്തായാലും പുതിയ തുടക്കത്തിൽ പുതിയ നേട്ടമാണ് പുതിയ വർഷം. എങ്ങനെ കാണുന്നു? സാംഭവിയുടെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മിസ് കേരളയുമായി ബന്ധപ്പെട്ട്? ആദ്യം തന്നെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ട് പറയട്ടെ, എൻ്റെ പേര് ശാംഭവി എന്നാണ്. ചെറുതായിട്ട് എല്ലായിടത്തും ഒരു തെറ്റ് പറ്റാറുണ്ട്. ഓക്കെ, എന്റെ പുതിയ വർഷം പുതിയ എക്സ്പീരിയൻസ്. അപ്പോ എല്ലാ ആണ്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോ പുതിയ വർഷം പുതിയ എക്സ്പീരിയൻസ്. ഒരു പുതിയ വർഷം നമ്മുടെ എത്രയും കാലത്തെ ആഗ്രഹവും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചതും എല്ലാം കൂടിയിട്ട് ഏറ്റവും നല്ലൊരു തുടക്കമായിട്ടാണ് ഞാൻ ഈ വർഷം കാണുന്നത്. കാരണം ആഗ്രഹങ്ങൾ നടക്കുന്നത് തന്നെ കാണുന്നത് നല്ലൊരു ലക്ഷണമായിട്ട് ഞാൻ കാണുന്നു. അതിനി ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് ഉള്ളൊരു പ്രചോദനമായിട്ട് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ശാംഭവി പറഞ്ഞ പോലെ നല്ല തുടക്കമാണ്. ആഗ്രഹങ്ങളൊക്കെ പുതുവർഷ തുടക്കത്തിൽ തന്നെ സഫലമാകുന്നു. അത് ഈ വർഷം ഉടനീളം അങ്ങനെ തുടരട്ടെ. മറ്റു വർഷങ്ങളിലും ആ ഒരു വിജയം ശാംഭവിയുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ്. നിമ്മിയിലേക്ക് കൂടി പോവുകയാണ്. നിമ്മി, എങ്ങനെയാണ് സന്തോഷം? എങ്ങനെയായിരുന്നു അനുഭവങ്ങൾ? വളരെയേറെ സന്തോഷമുണ്ട്. ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പുതുവത്സരത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വലിയ കാര്യം നേടാൻ പറ്റിയത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് മിസ് കേരളയിൽ നിന്ന് ഉണ്ടായത്. നമ്മൾ വന്നതിനേക്കാളും നല്ലൊരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാവുകയും നല്ലൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ തിരിച്ചു മടങ്ങുന്നത്. അതിൻ്റെ സന്തോഷമുണ്ട്. തീർച്ചയായും. എന്തായാലും ഈ മിസ് കേരള എന്ന് പറയുന്ന ചെറിയ മത്സരമല്ല, കേരളത്തിന്റെ താര റാണികളായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലേക്കൊക്കെ എടുത്തു നോക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു മത്സരമാണ് മിസ് കേരള. അവിടെ നിങ്ങൾ തിളങ്ങി അതിന്റെ ടോപ്പ് ലെവലിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. 23 വർഷം 1999 ഇങ്ങനെ മിസ് കേരളയ്ക്ക് തുടക്കമാകുന്ന 23 വർഷം പിന്നിട്ട് നിൽക്കുകയാണ്. അതിൽ താരറാണികളായി മാറുകയാണ്. ഈ വലിയ കുറേ റൗണ്ടുകളിലൊക്കെ കടന്നു പോയ ശേഷമാണല്ലോ ഇങ്ങനെ എത്തി നിൽക്കുന്നത്. ഈ റൗണ്ടുകളിലെ അനുഭവങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കാമോ? ലിസിൽ തുടങ്ങാം. സോ ആദ്യം തന്നെ ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻ റൗണ്ട് ആയിരുന്നു. സെക്കൻഡ് ആയിരുന്നു ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട്. ആൻഡ് തേർഡ് ആണ് ഞങ്ങളുടെ ഫൈനൽ റൗണ്ട്, ഇൻ വിച്ച് ഫൈനൽ 5 വിളിക്കുന്നത്. അതിൽ ഈ പ്രാവശ്യം ഈ വർഷം ഒരു ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു. ഫൈനൽ 6 ആയിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും അതുപോലെ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത ടഫ് കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു. സോ അത് കാരണം തന്നെയാണ് ഫൈനൽ 6 വിളിച്ചത്. അപ്പോൾ ഫൈനൽ 6 തന്നെ സെലക്ട് ആയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി എന്തായിരിക്കും എന്ന് എല്ലാവർക്കും ഒരു ആകാംക്ഷ തന്നെയായിരുന്നു. അപ്പോൾ പേര് വിളിച്ചപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷവും പിന്നെ ആ റൗണ്ടുകളെല്ലാം നെർവസും ആയിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഫ്രം ദ സ്റ്റാർട്ട്. ആദ്യത്തെ ആ റൗണ്ട് തന്നെ നമ്മളെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എല്ലാം ചേഞ്ചും അങ്ങനെ ഓരോരോ ചെറിയ വ്യത്യാസങ്ങളും എല്ലാം ഇറ്റ് വാസ് ജസ്റ്റ് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വൺ ഓഫ് മൈ ബെസ്റ്റ് എക്സ്പീരിയൻസസ് എവർ. ലിസ, 24 പേരാണ് ഈ മത്സര രംഗത്തുണ്ടായിരുന്നത്. നിരവധി റൗണ്ടുകൾ കടന്നു വരുന്നു. ഫൈനലിലേക്ക് എത്തുമ്പോൾ അത് 6 പേരായി മാറുന്നു. അവസാനം ലിസ 23 പേര്. ഇപ്പോൾ ആദ്യത്തെ റൗണ്ടുകളൊക്കെ കടന്നു വന്ന് ഫൈനലിലെത്തുമ്പോൾ 6 പേരായി മാറുന്നു. അതിൽ അവസാന സൗന്ദര്യ റാണിയായി ലിസ് മാറുകയും ചെയ്യുന്നുണ്ട്. ആ അവസാന നിമിഷത്തിൽ ആ പേര് വിളിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു? എന്താണ് മനസ്സിലൂടെ കടന്നു പോയതോ ബ്ലാങ്ക് ആയിരുന്നോ? എന്തായിരുന്നു ആ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു സമയത്ത് സത്യം പറഞ്ഞ നെർവസ്നെസ് ഓബിയസ്ലി നെർവസ് ആയിരുന്നു. അതോടൊപ്പം ഐ വോണ്ടഡ് ടു പെർഫോം മൈ ബെസ്റ്റ്. സോ മനസ്സിൽ ഒരു കാര്യമുള്ളായിരുന്നു, എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യണം. കിട്ടിയാലും ഇല്ലെങ്കിലും ഐ വിൽ പെർഫോം മൈ ബെസ്റ്റ്. അപ്പം എൻ്റെ പേര് വിളിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അതായിരുന്നു എൻ്റെ മനസ്സിൽ. ഓക്കെ, എൻ്റെ പേര് വിളിച്ചാലും ഇല്ലെങ്കിലും ശരി, യു ആർ സ്റ്റിൽ എ വിന്നർ. അങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ എൻ്റെ പേര് വിളിച്ചപ്പോൾ ഐ വാസ് സോ ഹാപ്പി, ഐ കുഡന്റ് ബിലീവ് ഇറ്റ്. ശാംഭവിയിലേക്ക് കൂടി പോവുകയാണ്. ശാംഭവിക്ക് എന്താണ് ആ ഒരു നിമിഷത്തിൽ തോന്നിയത്? ഫസ്റ്റ് റണ്ണറപ്പായി മാറുന്നു. ആ ഒരു നിമിഷത്തിൽ എന്താണ് നമ്മുടെ മനസ്സിൽ കടന്നു വന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
നമ്മൾ എപ്പോഴും പറയാറില്ലേ ഡ്രീംസ് കം ട്രൂ കം ട്രൂ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇതെൻ്റെ ഫസ്റ്റ് റാമ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു, ആദ്യത്തെ തന്നെ പാജന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പ്രാവർത്തികമാക്കുമ്പോൾ അത് എന്താ പറയുക, ഒരു സബ് ടൈറ്റിൽ വിൻ ചെയ്തു, പ്ലസ് ടോപ്പ് 6 വരെ എത്താൻ പറ്റിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ലക്ഷ്യമായിരുന്നു. ഇതുവരെ എത്താൻ പറ്റിയത് എനിക്ക് ഒരു വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കണ്ടു. ഇനിയും എത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു അറ്റ് ദ സെയിം ടൈം. പക്ഷെ ഫസ്റ്റ് റണ്ണർ അപ്പ് എന്ന് വിളിച്ചപ്പോൾ ഞാൻ ആ നിമിഷം പെട്ടെന്ന് എൻ്റെ മൈൻഡ് മൊത്തൊരു ബ്ലാങ്ക് ആയ പോലെയായിരുന്നു. ബട്ട് ഐ ഫെൽറ്റ് സോ ഓവർവെൽംഡ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ശാംഭവി ഒരു സ്റ്റുഡന്റ് കൂടിയാണ്. അതിനിടയിൽ ഇങ്ങനെ സമയം കണ്ടെത്തി ഇങ്ങനെ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നു, അതിൽ മികച്ച നേട്ടം കൈവരിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ വിദ്യാർത്ഥി ജീവിതവും അതിനിടയിലുള്ള ഈ മിസ് കേരളയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും, അതെങ്ങനെയാണ് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോയത്? എങ്ങനെയായിരുന്നു അത്? ശരിക്കും എനിക്കിപ്പോൾ അതായിരുന്നു എനിക്ക് ഈ കോമ്പറ്റീഷൻ, ഈ ഒരു ഫസ്റ്റ് റണ്ണറപ്പ് ആയപ്പോൾ എനിക്ക് അതായിരുന്നു ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ വന്നത്. കോളേജ് ടൈമിൽ എക്സാം തുടങ്ങുന്നതിന് കുറച്ച് സമയം മുന്നേ എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ പേരുണ്ട്. എൻ്റെ കോളേജിലെ സീനിയേഴ്സ് എനിക്ക് വീഡിയോസ് എടുത്തു തരാൻ ഹെൽപ്പ് ചെയ്ത കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു. എനിക്ക് സപ്പോർട്ട് തന്നിരുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നവർ തന്നെയായിരുന്നു. അപ്പോൾ അവർ കുറേ ഹെൽപ്പ് ഉള്ളതുകൊണ്ട് അവരുടെ പ്ലേസ്മെന്റ് എക്സാംസ്, പിന്നെ അവരുടെ എല്ലാ തിരക്കുകളുടെ ഇടയിലും ഞങ്ങൾ വി ഫൗണ്ട് സം ടൈം. നമുക്കറിയാം ഇത്രയും സമയം ഒരു ദിവസം ഉണ്ട്, അതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും, നമുക്ക് ശരിക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുറച്ച് സമയം കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ കണ്ടുപിടിച്ചു, ഞങ്ങൾ എല്ലാം ചെയ്തു. അത് എനിക്കപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എനിക്ക് എൻ്റെ പഠിപ്പും കൊണ്ടുപോകാൻ പറ്റി, അറ്റ് ദ സെയിം ടൈം എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ പറ്റിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇത് കൂട്ടുകാരുടെയൊക്കെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു വിജയത്തിന് ശേഷം അവരൊക്കെ വിളിച്ച് എന്താണ് പറയുന്നത്? അധ്യാപകർ അടക്കമുള്ളവർ എന്താണ് പറയുന്നത്? അധ്യാപകരെ പറ്റി എനിക്കറിയില്ല, അത് ഞാനിപ്പോൾ സെമസ്റ്റർ ബ്രേക്കിലാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് കൂടുതൽ കണക്ട് ചെയ്യുന്നതെങ്കിലും അവർ ഈ സ്റ്റോറി, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് അല്ലെങ്കിൽ വാട്സാപ്പ് സ്റ്റേറ്റസ്, അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം, എന്നെ ഇമോഷണൽ ആക്കാറുണ്ട് ശരിക്കും. തീർച്ചയായും ശാംഭവി, ഈ കൂട്ടുകാരുടെയൊക്കെ സന്തോഷത്തിനപ്പുറം, കൂട്ടുകാരുടെയൊക്കെ സപ്പോർട്ടിനപ്പുറം നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് വീട്ടുകാരുടെ സപ്പോർട്ടാണ്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ മിസ് കേരള പോലുള്ള മത്സര രംഗത്തേക്ക് കടന്നു വരിക, അവിടെ വലിയൊരു വിജയിയായി മാറുക, ഇതിനൊക്കെ അപ്പുറം നമുക്ക് വേണ്ട ഒരു സപ്പോർട്ട് വീട്ടുകാരുടെയാണ്. എന്തായാലും ഈ എങ്ങനെയായിരുന്നു വീട്ടുകാരുടെ ഒരു സപ്പോർട്ട്? എന്തായാലും അത് വേണ്ട രീതിയിൽ ഉണ്ട് എന്ന് വേണം സംഭവയുടെ ആ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാൻ. വീട്ടുകാരുടെ സപ്പോർട്ടിനെ കുറിച്ച് കൂടി നമുക്കൊന്ന് സംസാരിച്ചാലോ? അതെ, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ, ഒരു ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ് എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഉറച്ചു നിന്നപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് അത് മനസ്സിലായി, എനിക്കത് വേണം, അതിനുവേണ്ടി ഞാൻ ശരിക്കും ചെയ്യുന്നു. ഞാൻ പറയുന്ന കാര്യം ഞാൻ ശരിക്കും ആഗ്രഹിച്ചാണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നു. അവർ പറഞ്ഞു, നിനക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്തായാലും അത് ചെയ്യണമെന്നാണ് എൻ്റെ കൂടെ അവരെപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഓഫ് കോഴ്സ് നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുവാണെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങൾ തോന്നുന്നു. എനിക്ക് അത് ചെയ്യാൻ പറ്റുമോ, ഞാൻ അതിനുള്ളതാണോ എന്ന് തോന്നുമ്പോൾ അവർക്കറിയാം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഇടയ്ക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും, അവളെ കൂടെ ഞാൻ ഉണ്ടാവണം എന്ന് തോന്നുന്ന ആ ഒരു ഫീൽ എനിക്ക് എപ്പോഴും എൻ്റെ വീട്ടുകാർ തന്നിരുന്നു. അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇവിടെ ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു ശരിക്കും. തീർച്ചയായും എന്തായാലും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും അടുത്ത പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയാണ് നിങ്ങളിങ്ങനെ വലിയൊരു വിജയം കൈവരിച്ച് ഇവിടെ ഇരിക്കുന്നത്. നിമ്മിയിലേക്ക് കൂടി പോയാൽ നിമ്മിയുടെ അനുഭവം എങ്ങനെയാണ്? മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയാണ്. വീട്ടുകാരുടെ സപ്പോർട്ടായാലും കൂട്ടുകാരുടെ സപ്പോർട്ടായാലും അതൊക്കെ എങ്ങനെയായിരുന്നു നിമ്മിക്ക്? അതെ, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ബൈ പ്രൊഫഷൻ. ആദ്യത്തെ ബ്യൂട്ടി പേജൻ്റ് കൂടിയാണ്. ഇത്രയും വലിയൊരു സ്റ്റേജിലേക്ക്, ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ വരുന്ന ആദ്യമായിട്ടാണ്. വളരെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയാണ് ഞാൻ. എല്ലാ ദിവസവും ബസ്സിൽ കയറി ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന അങ്ങനെ ഒരു നോർമൽ ലൈഫായിരുന്നു ഒരാഴ്ച മുന്നേ വരെ എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ മിസ് കേരളയിലേക്ക് വരുന്നത്. ഇതുപോലെ ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് പെൺകുട്ടികളുണ്ടെന്ന് എനിക്കറിയാം.
നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമെന്നതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഞാൻ. പിന്നെ എൻ്റെ വീട്ടുകാർ, എൻ്റെ ഫാമിലി ആയാലും എപ്പോഴും സപ്പോർട്ടായിട്ട് എനിക്ക് കൂടെ ഉണ്ടായിരുന്നു. എന്തൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞാലും അവരൊരിക്കലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. നമ്മുടെ ഇഷ്ടങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഉയരവും കൈയടക്കാൻ സാധിക്കുമെന്ന് തന്നെ ഇതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ എൻ്റെ ഓഫീസിൽ നിന്നായാലും എല്ലാവിധ സപ്പോർട്ടും എനിക്ക് തന്നിട്ടുണ്ട്. ലീവിൻ്റെ കാര്യത്തിലായാലും, ഞാൻ വർക്ക് ചെയ്യുന്നത് FSCറ്റിലാണ്, അപ്പോൾ ലീവിൻ്റെ കാര്യത്തിലായാലും നല്ല സപ്പോർട്ട് തന്നെ അവർ തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അതുപോലെ തന്നെ എഫേർട്ട് ഇട്ടത് കൊണ്ടുമാണ് ഈ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല ഇങ്ങനെയൊക്കെ എത്തിയെന്നുള്ളത്. എന്തായാലും നിമിക്കും അങ്ങനെ വലിയൊരു സപ്പോർട്ടാണ് കുടുംബത്തിന്റെ ആയാലും വർക്കിംഗ് മേലെ കൊളീഗ്സിന്റെ ആയാലും അങ്ങനെ വലിയ സപ്പോർട്ട്, കൂട്ടുകാരുടെ അടക്കം സപ്പോർട്ടോടെ ഇങ്ങനെ വലിയൊരു വിജയത്തിലേക്ക് എത്തുന്നു. ലിസിലേക്ക് കൂടി പോയി നമുക്ക് ഇത് അവസാനിപ്പിക്കേണ്ട സമയമായി. ലിസിനും ഇതുപോലെ കുടുംബത്തിന്റെയും കൂട്ടുകാരുടെയും ഒക്കെ വലിയ സപ്പോർട്ട് ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ IT രംഗത്ത് കൂടിയാണല്ലോ ഈ ജോലിക്കിടയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പലരും ഈ മോഡലിംഗ് രംഗത്തേക്കൊക്കെ പലരും വരാൻ മടിക്കുന്ന ഒരു സമയം കൂടിയുണ്ട്. കേരളം ഒത്തിരി മാറി എങ്കിൽ കൂടി പലരും ഇപ്പോഴും അതൊരു മാറ്റി നിർത്തപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനോടുകൂടി ഇങ്ങനെ ഒരു വിജയികളായി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഓഫീസിലെ എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ PG ഇവിടെ കൊച്ചിയിൽ നിൽക്കുന്നത്. അപ്പം അവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ആതിര ആൻഡ് അപ്സര. അവരായിരുന്നു എൻ്റെ ഓഡിഷന് ഫുൾ എന്നെ ഹെൽപ്പ് ചെയ്തത്. എൻ്റെ വീഡിയോയ്ക്കാണേലും എൻ്റെ കോസ്റ്റ്യൂംസ് ആണേലും എൻ്റെ മേക്കപ്പ് ആണേലും മുഴുവൻ ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. അപ്പം എല്ലാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി അങ്ങനെ ഞങ്ങൾ ചെയ്തത്. സോ I owe a big thanks to both of them. They are also the reason why I'm standing here. അവർ കാരണമാണ് ഓഡിഷൻ ത്രൂ കടന്നു വന്ന് ഞാനിപ്പോൾ ഈ നിലയിൽ നിൽക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് മൈ ഫാമിലി വാസ് മൈ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട്. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ മുതൽ അവരാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എല്ലാ കാര്യങ്ങളിലും, ഫൈനാൻഷ്യലി ആണെങ്കിലും ബാക്കി എല്ലാ രീതിയിലും, മെൻ്റലി ആൻഡ് ഇമോഷണലി എല്ലാ കാര്യങ്ങളിലും ദേ വർ വെരി സപ്പോർട്ടീവ്. ആൻഡ് അവരെപ്പോഴും ആണെങ്കിൽ എന്നോട് ഇങ്ങനെ പറയുന്നത്, നിനക്ക് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നും പറഞ്ഞുകൊണ്ടേക്ക് അങ്ങനെ ഭയങ്കര ഒരു നല്ല സപ്പോർട്ടായിരുന്നു. ആൻഡ് മോഡലിങ്ങിൻ്റെ കാര്യം പറയുന്നത് എന്താണേലും ഏതൊരു പെൺകുട്ടിക്കും ആദ്യം ഒരു പേടി കാണും. പക്ഷെ അത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എന്താണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ തീർച്ചയായും ആഗ്രഹമുണ്ടെങ്കിൽ ഈ രംഗത്തേക്ക് കടന്നു വരണമെന്നാണ് ലിസും ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ വളരെയധികം കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ടായിരുന്നു. ഈ സമയപരിമിതി മൂലമാണ് ഞാൻ ഇടപെടുന്നത്. ഇത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും ഈ പുതുവത്സര ദിനത്തിൽ പുതുവർഷത്തിൽ നിങ്ങളെ തേടിയത് വലിയ വിജയമാണ്. ആ വിജയം ഈ വർഷത്തിലുടനീളം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഈ പ്രഭാത കേരളത്തിൽ അതിഥിയായതിൽ 3 പേർക്കും വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. Thank you.